പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഫൈസൽ ബാബു. ഞാൻ ദീർഘകാലം ഒമാനിലെ ഒരു ഇന്ത്യൻ സ്കൂൾ അധ്യാപകനായിരുന്നു. രാഷ്ട്രീയ വിഷയങ്ങളെ സൂക്ഷ്മമായി ശ്രദ്ധിക്കുകയും ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാർ രാഷ്ട്രീയ വിഷയങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കരുത് എന്ന് കരുതുകയും ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ രാഷ്ട്രീയ വിഷയങ്ങളെക്കുറിച്ച് വിശകലനങ്ങൾ നടത്താറുണ്ട്. ഇന്ന് 2026 ജനുവരി 5 വരുന്ന റിപ്പോർട്ടുകൾ UDF നേടിയേക്കാവുന്ന, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയേക്കാവുന്ന സീറ്റുകളെ സംബന്ധിച്ചുള്ളതാണ്. അതുപോലെ തന്നെ തീർച്ചയായും കേരളം രാഷ്ട്രീയ വിഷയങ്ങളെ അതീവ പ്രാധാന്യത്തോടു കൂടി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ വടകര ഉൾപ്പെടെയുള്ള ചില സീറ്റുകൾ LDF ഇപ്പോൾ നിലവിൽ മത്സരിക്കുന്ന പാർട്ടികൾക്ക് തുടർന്ന് മത്സരിക്കാൻ നൽകാനിടയില്ല എന്നും, വടകര ഉൾപ്പെടെയുള്ള എലത്തൂർ ഉൾപ്പെടെയുള്ള സീറ്റുകൾ കോഴിക്കോട് ജില്ലയിൽ CPM ഏറ്റെടുത്തേക്കാമെന്നും ഉള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ന് ഞാൻ ഹിന്ദുവിൽ വായിച്ചത് ഇടുക്കി ജില്ലയിലെ ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ മന്ത്രി റോസി അഗസ്റ്റിൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടുക്കി കോൺസ്റ്റിറ്റ്യുവൻസി കേരള കോൺഗ്രസിൽ നിന്നും UDFിനകത്തുള്ള സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. അതിനെതിരെ അവിടുത്തെ കേരള കോൺഗ്രസിൻ്റെ ഇടുക്കി ജില്ലാ പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവനയെല്ലാം വായിക്കുകയുണ്ടായി. ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളും അതുപോലെ ഓൺലൈൻ മീഡിയ എല്ലാം പറയുന്നത് കോൺഗ്രസ് 85 സീറ്റുകൾ തീർച്ചയായും നേടും, 90 സീറ്റുകൾ വരെ നേടും, 100 സീറ്റ് നേടുകയാണ് ലക്ഷ്യം, ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നത് ഒരു തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കുന്നുള്ളൂ എങ്കിലും ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പ്രവചനം നടത്താനുള്ള സമയമായിട്ടില്ല എന്നുള്ളതാണ്. പ്രധാനമായും ഇപ്പോൾ ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒരു വിമത കോൺഗ്രസ് നേതാവ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ സമീപ ഭാവിയിലാണ്. അപ്പോൾ ഓരോ മുന്നണിയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് സീറ്റ് നൽകുന്നതും സീറ്റ് ആഗ്രഹിച്ച ആളുകൾക്ക് സീറ്റ് ലഭിക്കാതിരിക്കുന്നതും ഇതെല്ലാം ഉണ്ടാക്കിയേക്കാവുന്ന രാഷ്ട്രീയ പ്രതിസന്ധികളുണ്ട്, അല്ലെങ്കിൽ ജനവിധിയിൽ മാറ്റം വരുത്തിയേക്കാം. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച 2 പ്രധാന വിഷയങ്ങളിൽ ഒന്ന്, പെരുമ്പാവൂരിൽ നിയമ വിദ്യാർത്ഥിനിയായിരുന്ന ജിഷ കൊല ചെയ്യപ്പെട്ട കേസ് കൈകാര്യം ചെയ്ത രീതി, അല്ലെങ്കിൽ ആ വിഷയത്തിൽ വേണ്ട രീതിയിലുള്ള അന്വേഷണം നടത്തുന്നതിൽ ഗവൺമെൻറ് കുറച്ച് മന്ദഗതിയിൽ പ്രവർത്തിച്ചു എന്നുള്ള ആക്ഷേപം അന്നുണ്ടായിരുന്നു. അതുപോലെ ആ കാലഘട്ടത്തിലാണ് 120-ലധികം വരുന്ന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഭൂമി അത് അലോക്കേറ്റ് ചെയ്യുന്നതിലെ ഇറഗുലാരിറ്റീസിനെ കുറിച്ച്, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അലോക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഇറഗുലാരിറ്റീസിനെ കുറിച്ചുള്ള ആക്ഷേപം ഉയർന്നത് UDF ഗവൺമെൻറ്റിൻ്റെ അവസാന കാലഘട്ടത്തിലായിരുന്നു, 2016. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒരു രാഷ്ട്രീയ ഭൂമികയിലും മാറ്റം വരുത്തുന്നതിന് ഉതകുന്നതാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ നടത്താൻ സമയമായിട്ടില്ല എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ ഇതേക്കുറിച്ചുള്ള ഒരു ചെറിയ അഭിപ്രായം കൂടി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ ഈ രാഷ്ട്രീയ വിശകലനം അവസാനിപ്പിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണേണ്ടതുണ്ട്. അതിലൊന്ന്, മലപ്പുറം ജില്ലയിൽ 16 സീറ്റുകളും UDF വിജയിച്ചേക്കും. മലപ്പുറം മാത്രമല്ല, പത്തനംതിട്ടയിലും വയനാട്ടിലുമൊക്കെ അങ്ങനെ മുന്നേറ്റമുണ്ടാക്കിയേക്കും എന്നുള്ള പ്രവചനമുണ്ട്. പത്തനംതിട്ടയിൽ ശബരിമല ഉൾപ്പെടുന്ന പ്രദേശം എന്നുള്ള നിലക്ക് സമീപ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഞാൻ കരുതുന്നത് UDFിൻ്റെ ഒരു പരിപൂർണമായ ഒരു വിജയം മലപ്പുറം ജില്ലയിൽ ഉണ്ടാകാനിടയില്ല. ഒരു പൊന്നാനി സീറ്റ് എന്തായാലും LDF നേടുകയും അതിന് പുറമെ താനൂർ പോലെയുള്ള അല്ലെങ്കിൽ പെരിന്തൽമണ്ണ പോലെയുള്ള ഒരു സീറ്റ് കൂടി LDF നേടാനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ്
തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വ്യാഖ്യാനങ്ങളും ഇത്തരം പ്രവചനങ്ങളുമെല്ലാം തന്നെ വളരെ കൗതുകത്തോടു കൂടി വീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഈ രീതിയിൽ 85 സീറ്റുകൾ UDF നേടും എന്നുള്ള ഒരു പ്രചരണത്തിന് സമയമായിട്ടില്ല. മാത്രവുമല്ല, UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി സംവിധാനം എന്ന നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിലെ പാർട്ടിയിലെ ചില പ്രവർത്തകരുടെ രീതി പരിശോധിക്കുമ്പോൾ, തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് മാത്രം രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ള ഒരു രീതിയാണ് അവർക്കുള്ളത്. അപ്പോൾ 85 സീറ്റുകൾ ഇവർ നേടും എന്നുള്ള ഈ ഒരു വളരെ നേരത്തെയുള്ള പ്രഖ്യാപനം, ഇനി തങ്ങളായിട്ട് ഒരു പ്രവർത്തനവും നടത്തേണ്ടതില്ല, ഇവിടെ 85 സീറ്റും നേടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് കരുതി ഈ പ്രവർത്തകരെ, UDFൻ്റെ പ്രവർത്തകരെ നിഷ്ക്രിയരാക്കിയേക്കുമോ എന്നുള്ള ഒരാശങ്ക കൂടി എനിക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണങ്ങൾക്ക് വലിയ കാത് കൊടുക്കാതെ, രാഷ്ട്രീയ ഭൂമികയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടും അവരുടെ രാഷ്ട്രീയ വിഷയങ്ങളെ അവരുമായിട്ടുള്ള ബന്ധം പുലർത്തിക്കൊണ്ടും രാഷ്ട്രീയ ഭൂമികയിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടും രാഷ്ട്രീയ ഭൂമികയെ സജീവമായി നിലനിർത്തുകയും അങ്ങനെ ഒരു വാശിയേറിയ പോരാട്ടത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് വേദിയാവുകയും ചെയ്യട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. നന്ദി, നമസ്കാരം.